പ്രകമ്പനം എന്ന് പറഞ്ഞ പടം കണ്ടു. ഡയറക്ടർ വിജീഷ് പനന്തൂർ ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ടത് കാസ്റ്റ് ആണ്. മല്ലിക സുകുമാരി ഒരു രക്ഷയില്ല. പി ഉണ്ണികൃഷ്ണൻ, ഗണപതി, സാഗർ സൂര്യ, അൽ അമീൻ, വേറെ ലെവൽ ശീതൽ ജോസഫ്. ഈ പറഞ്ഞ ഈ എൻറ്റയർ കാസ്റ്റ് വാസ് പടത്തിന്റെ ഒരു ബാക്ക് ബോൺ ഇവരാണ്. ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതൊരു ആവറേജ്, ഈ സിനിമ എനിക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ചില ഭാഗത്ത് കുറച്ച് ലാഗ് ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് ക്ലൈമാക്സ് വാസ് തകർത്തു. എനിക്ക് ക്ലൈമാക്സ് ആണ് ഈ പടത്തിന്റെ, ഞാൻ കുറച്ച് ഓവറായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെക്ടേഷൻ തരുന്നില്ല. എനിക്ക് ഇതിന്റെ ക്ലൈമാക്സ് കണ്ടപ്പോൾ എനിക്ക് പഴയ ഒരു ചതിക്കാത്ത ചന്തു ഒരു വൈബ്, ചതിക്കാത്ത ചന്തുവിന് യാതൊരു ബന്ധവുമില്ല, അതുപോലെയല്ല പടം. ഞാൻ ഒരു സ്പോയിലറും ചെയ്യുന്നില്ല. ആ ഒരു വൈബ്, ഒരു ഹൊറർ കോമഡി സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്ലൈമാക്സ്. ആൻഡ് ഈ പടത്തിന് ഒരു ഓവറോൾ, നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇത് പടത്തിന് ഫൺ ഹൈപ്പാണ്. പടം ഒരു രക്ഷയില്ലെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പടം ഒരു തിരക്കേടില്ലാത്ത ഒരു പടമാണ്. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. നമുക്ക് ഫൺ ആയിട്ട് കണ്ടിരിക്കാം. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ പടത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ കുറച്ച് ലാഗ് ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഇതിൽ മ്യൂസിക് എല്ലാം, ചില മ്യൂസിക്കുകളൊക്കെ കൊള്ളാം, ചില മ്യൂസിക്കുകളൊന്നും തിരക്കേടില്ല. ആ ഒരു അവസ്ഥയാണ്. അൽ അമീൻ അടിപൊളിയാണ്. മല്ലിക സുകുമാരി അടിപൊളിയാണ്. ഗണപതി അടിപൊളിയാണ്. സാഗർ സൂര്യ നമ്മുടെ പണി സിനിമ കണ്ടിട്ട് പുള്ളി ഒരു വേറൊരു ക്യാരക്ടർ. പണി സിനിമയിൽ റഫ് ആൻഡ് ടഫ് ആണ്. ഇതിലൊരു ഹ്യൂമർ ആൻഡ് ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. ഞാൻ പടത്തിന്റെ സ്പോയിലർ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെ മൂവി റിലേറ്റഡ് ആയ വീഡിയോസ് കാണാൻ എന്നെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.